ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കറി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു 250 ഗ്രീൻ പീസ് തലേ ദിവസം നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്തി നമ്മൾ നേരം വെളുക്കുമ്പോഴാണ് ഈ കറി വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യണം നമ്മൾ, എന്നാലേ ഇത് കുതിർന്ന് കിട്ടുള്ളൂ. നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 4 വിസിലടിച്ച് നമ്മൾ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് 4 വിസിലടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ പട്ടയും 3 ഗ്രാമ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സബോള അരിഞ്ഞത്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതാണ് നമ്മൾ. പച്ചമുളക് 4 എണ്ണമാണ് ചേർത്തത്. നമ്മൾ ലേശം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്ത് വരുമൊന്നും വേണ്ട. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വറുത്തരച്ചതാണ്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഗ്രീൻ പീസ്. നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് നമ്മൾ ഉപ്പ് ചേർത്താണ് പുഴുങ്ങിയത്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാല പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാ കറികളും നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ വെച്ച് കഴിക്കുക. നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ വയ്ക്കുക. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ച് കഴിക്കാണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഉള്ളത്, നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ വെച്ച് കഴിക്കുക. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരം വെറുതെ കേടാക്കി കളയണ്ട. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഗ്രീൻ പീസ് കറി ഉണ്ടോ, ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ച കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് വെച്ചത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കിയേ, അവർ കഴിക്കും. അവർക്ക് ഗ്രീൻ പീസ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് കുട്ടികൾക്ക് വെച്ച് കൊടുത്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.